കഴിഞ്ഞ ദിവസം ഒരു വിയാപ്പള വന്ന് എന്നോട് എനിക്ക് ആദ്യമൊക്കെ നിങ്ങളെ പ്രസംഗം കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു ഇതൊക്കെ എന്തിനു പറയാൻ, ഇപ്പൊ എനിക്ക് തിരിഞ്ഞു പോയി ലവിയെന്ന്. ഞാൻ ചോദിച്ചെന്തേ? ഒന്നുമില്ല, നിങ്ങളന്ന് ആ കല്യാണത്തിനെ പറ്റിയിട്ടും ഈ വസ്ത്രത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ സമയത്ത് എനിക്കത് അത്ര അങ്ങോട്ട് ഓടിയിട്ടില്ല. ഇപ്പൊ കുടുംബത്തിൽ നോമ്പിന്റെ ഒരാഴ്ച മുൻപ് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ഏതായാലും കല്യാണത്തിനൊക്കെ ഒന്ന് പോണം, പെണ്ണുങ്ങളെ കുടുംബമാണ് എന്ന് കരുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുടുംബ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ്, ഒരു അമ്മായിന്റെ വക, എല്ലാരും വ്യാഴാഴ്ച ഒത്തുകൂടണം, വ്യാഴാഴ്ച എല്ലാരും കറുപ്പ് ഇട്ട് വരണം. ഒരു മൂത്തമ്മ അമ്മായി പറഞ്ഞതാ, കറുപ്പ് ഇട്ട് വരണം, എല്ലാരും കറുപ്പാവണം. അപ്പൊ ഓൻ പറഞ്ഞ അൽഹംദുലില്ലാ, കറുപ്പായതുകൊണ്ട് എനിക്ക് ഭാഗ്യായി, കാരണം എനിക്ക് കറുപ്പുണ്ട്, പെണ്ണുങ്ങൾക്ക് കറുപ്പുണ്ട്, മക്കൾക്കും കറുപ്പ് എന്നോ രണ്ടോ എവിടെന്നെങ്കിലും വാങ്ങാന്ന് കരുതി അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ കറുപ്പല്ലുള്ളൂ എന്നുള്ള സമാധാനത്തിൽ ഞാനിങ്ങനെ നിൽക്കുമ്പം വേറൊരു അമ്മായി ഉണ്ട്, അതിന്റെ പിറ്റേന്ന് ഇടുന്നു, വെള്ളിയാഴ്ച എല്ലാവരും പച്ചട്ട് വരണം. അപ്പൊ ഓൻ പറഞ്ഞ പോലെ ഇനിയിപ്പൊ പച്ചയും കൂടി വാങ്ങാൻ എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ എടുത്തേം വൈക്ക് പറഞ്ഞ പോലെ ഞങ്ങളേട്ടേം പോയി കളയേണ്ടി, പിയാപ്പിള തിരക്കിലാന്ന് ഞാൻ പറഞ്ഞോളാം. ഇതില്ലാത്തതല്ല, ഉള്ളത് പറയാം. അവസാനം ഓൻ പറയാ കടം വാങ്ങി ഞാൻ വാങ്ങേണ്ടി എന്ന്. തലേന്നത്തേക്ക് വേറെ റോസ് കളറ്, ചോപ്പ് കളറ്, പിറ്റേന്നത്തേക്ക്. എന്നിട്ട് അതിന്റെ ഇടക്കിന്റെ മോളെ കൂട്ടിക്കൊണ്ടുപോയിക്ക് എന്തിന്? അരികുത്ത് കല്യാണം. എന്താ അരികുത്ത് കല്യാണം എന്ന് പറഞ്ഞാല് ചട്ടയും മുണ്ടും ധരിപ്പിച്ചിട്ട് പഴയ തറവാട്ടിലെ ഏതെങ്കിലും ഒരു ഹിന്ദുക്കളെ കുടുംബത്ത് പോയിട്ട് അമ്മിമേലിട്ടിട്ട് ഉരലിലിട്ട് കുത്തുക, വീഡിയോ എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങ കയ്യിൽ എന്തായും ബേജാറ്? ഒന്നുമില്ല, പണ്ടത്തെ ചട്ടയും മുണ്ടും കിട്ടാൻ നാട്ടിലുള്ള സർവ്വ പൊരയിലും വല്യന്മാരെടുത്ത് പോയി കിട്ടിയില്ല, അവസാനം അതും വാങ്ങേണ്ടി വന്നു. ഇതൊക്കെ നമ്മൾ വരുത്തി വെച്ച നിങ്ങൾക്ക് നിർത്താൻ പറ്റും തോന്നുന്നുണ്ടോ? നിർത്താൻ പറ്റും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതില്ലാത്തൊരു കല്യാണപ്പുരയിൽ പോയി തലേന്ന് ഇങ്ങനെ തിരിച്ചു വരുമ്പോ നാട്ടുകാർക്ക് എവിടുന്ന അയ്മേന്റെ കല്യാണപ്പുരന്ന്, നദീറിന്റെ കല്യാണപ്പുരന്ന്, കല്യാണമൊക്കെ എങ്ങനെ ഉണ്ട്? ഒരുറങ്ങിയ കല്യാണം. ഇതൊന്നുമില്ല, ഇതൊന്നുമില്ല. എല്ലാ രംഗത്തും പണ്ട് ഞാൻ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു കല്യാണം തീരുമാനിക്കുമ്പോൾ ചീക്കൊന്നാണെങ്കിലും ഒരു തലമുതിർന്ന കാരണവരെ വിളിച്ചിട്ട് കുടുംബക്കാരൻ പറയും ഭക്ഷണമൊക്കെ ഈ നോക്കണട്ടോന്ന്. എന്തൊരു ഐക്യായിരുന്നു അത്. ഞാനൊക്കെ നിന്റെ വാപ്പനെയും നാട്ടിലെല്ലാരും ഏൽപ്പിക്കുക, അതിറൂനെ ഏൽപ്പിച്ച അത് ഭംഗിയാവുന്നതിനും പറയാ. എന്നിട്ട് എന്റെ വാപ്പന്റെ കണ്ണു മുമ്പ് കൂടെ ഞാനിങ്ങനെ നടക്കേനും, ഇതിന് വെള്ളം പാരാനെങ്കിലും വാപ്പ എന്നെ വിളിക്കുകയായിരിക്കും. പക്ഷെ എല്ലാരും വാപ്പനെ ഏൽപ്പിക്കും, ഓരോരുത്തരെയും. ഈ ചോറ് കൊടുത്താൽ മതി, ഓൻ തട്ടുചോറ് തട്ടട്ടെ, ഇവൻ കറി വിളമ്പട്ടെ, ഭംഗിയിലെല്ലാം കഴിയും. ഇന്ന് ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോ തന്നെ, വിളിക്കുമ്പോ തന്നെ ചോദിക്കും എപ്പോഴാ കല്യാണം? വൈകുന്നേരം 4 to രാത്രി 8 മണി വരെ. എന്നിട്ട് ഏകദേശം സമയത്തിന് പോയിട്ടും പ്ലേറ്റും പിടിച്ച് ക്യൂ നിൽക്കണം. എന്നിട്ട് തന്നെ ഓരോരുത്തർ കോരിയിടുന്നവന്റെ മുഖത്തേക്കൊക്കെ നോക്കിയിട്ട് ദയനീയ ഭാവത്ത് പറയും മോനോട് ഉണ്ട്, രണ്ടഷ്ണോട് ഉണ്ട്. ബേജാറായിട്ടും വെപ്രാളായിട്ടും എരന്ന് തിന്നിട്ടും ചിലർ എരക്കാതെ നിന്നിട്ടും. ഇനി ഇതിനൊക്കെ നേതൃത്വം വഹിക്കേണ്ടവരും കുടുംബക്കാരൊക്കെ എവിടെയായിരിക്കും? ഓല പാട്ടിലും സന്തോഷത്തിലായിരിക്കും. ഗാനമേള ട്രൂപ്പ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണും പെണ്ണും കുത്തയിഞ്ഞ് തുള്ളുന്ന പാടുന്ന പാട്ടിനനുസരിച്ച്. ഇന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇതേപോലെ ഒരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടപ്പം ഒരു പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം 8 മണിയായി. ആ 8 മണിക്ക് ഭാര്യയും മക്കളെയും കൂട്ടിയിട്ട് കല്യാണപ്പുരയിലെത്തി. കയറി ചെല്ലുമ്പോ തന്നെ കാതടിപ്പിക്കുന്ന സംഗീത മേലാംഗം. എങ്ങനെയൊക്കെയോ ഭക്ഷണ ഹാളിലേക്ക് എത്തിയപ്പം വക്കിങ്ങനെ തുരുമ്പിച്ചു പോയൊരു വെള്ളപ്പം കിട്ടി. എന്റെ പെണ്ണുങ്ങൾക്കും കിട്ടിയില്ല, മക്കൾക്കും കിട്ടിയില്ല. എന്ത് ചെയ്യണമെന്നറിയാം, ഇത് ആരോട് പറയണമെന്നറിയാണ്ട് വെപ്രാളപ്പെട്ട് നിൽക്കുമ്പം കുടുംബക്കാരനും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് കസേരെടുത്തിട്ട് ഇങ്ങനെ തുള്ളുന്നു. എന്നിട്ട് നമ്മൾ പറയാ കാലം അങ്ങനത്തതായി പോയി, അതാപ്പ പടച്ചോൻ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നതെന്ന്. നിങ്ങൾ അള്ളാനെ പൊട്ടനാക്കരുത് കേട്ടോ. പടച്ചോൻ അത്ര പൊട്ടനൊന്നുമല്ല. വരുത്തി വെക്കുന്ന ഫിത്തിനെ ഞാനും കൂടെ അനുഭവിക്കുന്നുള്ളൂ എല്ലാ രംഗത്തും. ഇക്കഴിഞ്ഞ മാസം കോഴിക്കോട് ജില്ലയിൽ കേരളത്തിലുള്ള ഓരോരോ ഡോക്ടർമാരും രേഖപ്പെടുത്തിയല്ലോ, ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികൾ, വൃക്ക രോഗികൾ അവിടെയാ, കോഴിക്കോട് ജില്ലയിൽ. കാരണം ഭക്ഷണപ്രിയന്മാരുടെ ലോകമായി കോഴിക്കോട് മാറി. 431 ചെറുതും വലുതുമായ തട്ടുകടകളും ഹോട്ടലുകളും ഹൈടെക് സ്ഥാപനങ്ങളുമാണ് കോഴിക്കോടിന്റെ മണ്ണിൽ. അതും പകല് 3 മണി മുതൽ പുലർച്ചെ 4 മണി വരെ. ഇക്കഴിഞ്ഞ റമദാനിന് വീട്ടിലെ ഭക്ഷണം ആർക്കും മതിയാകുന്നില്ല. മക്കൾക്ക് മതിയായോ? പലർക്കും വീട്ടിലെ ഭക്ഷണം വേണ്ട, തുറന്ന ഉടനെ തന്നെ പോവുകയാണ്. എന്ത് തിന്നാൻ? ആൾക്കാർക്ക് എന്തൊന്നു പോലും അറിയാത്ത ഭക്ഷണ സാധനം, ആമാശയത്തെ ദ്രവിപ്പിച്ച് കളയുന്ന ഭക്ഷണം. ഞാൻ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട്. റമദാന്റെ രാത്രിയിൽ ഞാനിങ്ങനെ ബീച്ചിന്റെ സൈഡിൽ കൂടെ പ്രഭാഷണത്തിന് പോകുമ്പോ അവിടെയുള്ള ഓരോ ബോർഡുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചത് അവിടെ ഉണ്ടാവാം കേട്ടോ, നാദാപുരത്ത് ഉണ്ടാവാം, എല്ലായിടത്തിലും ഉണ്ടാകും. നോമ്പാകുമ്പോ അതൊരു ഫാഷനാ, ഫുഡ് രാത്രി റോഡ് സൈഡിൽ സ്ട്രീറ്റ് ഫുഡ്. ഞാൻ അതിലിങ്ങനെ ബോർഡുമ്പോൾ നോക്കുമ്പോ മുമ്പിലുള്ളത് കുറെ ഭരണിയിൽ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചതാ. സാധാരണ ഉപ്പിലിട്ട് വെച്ചെന്നുള്ള കോലത്തിലാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. പക്ഷെ ബോർഡുമ്പോലുള്ള പേരെന്താ രസം അറിയോ? വേട്ടാളൻ, കാട്ടാളൻ, ഉദരം കലക്കി, ആത്മാവേപ്പോ. മനുഷ്യന്റെ അട്ട വയറിലേക്ക് എന്താന്ന് പോലും അറിയാത്ത സാധനങ്ങൾ കുത്തിക്കേറ്റുന്നവര്.
വൃക്ക രോഗികൾ കൂടിക്കൊണ്ടിരിക്കുക, വന്ധ്യത കൂടിക്കൊണ്ടിരിക്കുക, സ്ത്രീകൾക്ക് വരെ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ പേരുകേട്ട 10ഓളം അതുരാലയങ്ങൾ ആശുപത്രികളിൽ. കോഴിക്കോട് ജില്ലയിലെ 3 പേരുകേട്ട ആശുപത്രി അമേരിക്കൻ ബേസ് ചെയ്ത കമ്പനി 7000 കോടി ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ല, പത്രം പറഞ്ഞ. ഇന്ത്യൻ ഗവൺമെന്റ് അനുവാദം കൊടുത്തു. ബേബി മെമ്മോറിയൽ, മിംസ് ഹോസ്പിറ്റൽ, മൈത്ര ഹോസ്പിറ്റൽ, 3 സ്ഥാപനങ്ങളിൽ 7000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് അമേരിക്കൻ ബേസ് ചെയ്ത ഇംഗ്ലീഷ് കമ്പനിയാണ്. അതിനവര് പറഞ്ഞ മറുപടി, ലാഭകരമായ കേരളത്തിലെ ബിസിനസ് ഒന്ന് ഹോട്ടലും ഒന്ന് ഹോസ്പിറ്റലുമാണ്. എത്ര സൂക്കേട് നമ്മൾ വന്നു. 25-ാമോ 30-ാമത്തെ വയസ്സിലതാ ആൻജിയോപ്ലാസ്റ്റും കഴിഞ്ഞ് ആർക്ക്? ചെറുപ്പക്കാരന്. 12 വയസ്സുള്ള കുട്ടിക്ക് ഡയബറ്റിക്. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? നിയന്ത്രിതമല്ലാത്ത സംസ്കാര രീതിയിലേക്ക് നമ്മൾ മാറിയപ്പം കുടുംബം അങ്ങനെ കൈവിട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങി. ശൈലികൾ മാറി. രാത്രി മുഴുവനും റോട്ടില്, പകല് മുഴുവനും കിടന്നുറങ്ങുക. അല്ല രാത്രിയെ പറ്റി പറഞ്ഞതെന്താ? രാത്രി നിങ്ങൾ ഉറങ്ങണം, ഉറങ്ങിയേ മതിയാവും. അപ്പൊ ചിലര് ചോദിക്കും, രാത്രി പണിയെടുക്കുന്നവരൊക്കെ അല്ലേന്ന്. അതല്ലല്ലോ ഇത്. രാത്രി അനാവശ്യമായി റോട്ടിന്റെ സൈഡ് കുത്തിരുന്ന് കഥ പറഞ്ഞ് സൊള്ളി രാത്രി 1 മണിക്കും 2 മണിക്കും വരെ ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണത്തിന്റെ ഹാങ് ഓവറോട് കൂടി വന്നു കിടന്ന് രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കാത്ത മകനെ തട്ടി വിളിച്ചിട്ട് ഉമ്മ പറയാ, ഈ എണീക്കുമ്പം കുടിച്ചോളൂ വേണ്ടി ഞാൻ മേശപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട്, ഉമ്മക്ക് വേറെ കുറെ തിരക്കുണ്ട്. സംസ്കാരങ്ങളും രീതികളും മാറിയപ്പോ അസുഖങ്ങൾ കൂടി, ബന്ധങ്ങൾ തകർന്നു. ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല, ആർക്കും ആരോടും പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. ഉണ്ടോ? ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറുമ്പം നമ്മളെ കുടുംബത്തെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റണം. അന്നാമിസാത്ത് വൽ മുത്തനമിസമാത്ത്, ഞാൻ അതും കൂടെ പറയാം. ചായം തേക്കുന്നവളെയും ചായം കുത്തുന്നവളെയും ഉലമാക്കൾ അതിൽ ഇന്നത്തെ ഭാഷയിൽ രേഖപ്പെടുത്തി ചായം തേക്കുന്നവൾ. നിങ്ങൾക്കെല്ലാവർക്കും ഗൂഗിൾ ഉണ്ട്, പ്രത്യേകിച്ച് ഇപ്പോ പല സംവിധാനങ്ങളും ഉണ്ട്. നിങ്ങളൊന്ന് എടുത്ത് അടിച്ചു നോക്കണം മാരെ. ഞാനത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കേരളത്തിൽ വൃക്കരോഗികൾ പെണ്ണുങ്ങളിൽ കൂടാനുള്ള കാരണം, മക്കളിൽ കൂടാനുള്ള കാരണം അവരുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിയന്ത്രിതമല്ലാത്ത ഉപയോഗമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വാണിജ്യം നടക്കുന്നതൊന്നും പടക്കോപ്പുകളാണ്. അത് രാജ്യങ്ങൾ തമ്മിലാണ്, കോടാനുകോടിയുണ്ട്. പക്ഷേ അല്ല, അതിന്റെ താഴെ നടക്കുന്ന ഏറ്റവും വലിയ കച്ചവടം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ലോകാടിസ്ഥാനത്തിൽ കോസ്മെറ്റിക് ഉപകരണങ്ങളാണ്. ഈ കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. സൗന്ദര്യവർദ്ധക വസ്തുവിന് ഈ ലോകം ചെലവാക്കുന്ന പൈസ 530 ബില്യണാണ്. 530 ബില്യൺ എന്ന് പറഞ്ഞാൽ 530 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 5,30,000 കോടിയിലധികം മനുഷ്യൻ ഉപയോഗിക്കുന്നത്, ചെലവാക്കുന്നത് കോസ്മെറ്റിക്കിന് വേണ്ടി, സൗന്ദര്യവർദ്ധക വസ്തുവിന് വേണ്ടി. ഇതിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാകുക എങ്ങനെയാണെന്നറിയോ? ഈ ലോകം ഒട്ടുക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോകം ചെലവാക്കുന്ന പൈസ എത്രയാണെന്നറിയോ? 17 ബില്യൺ. വെറും 17 ബില്യൺ. അതിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനം പെടും, ഇന്ത്യയിലത്തത് പെടും, യൂറോപ്പിലത്തത് പെടും, ഏഷ്യയിൽ പെടും, മറ്റ് ആഫ്രിക്കൻ രാജ്യത്തുള്ളത് പെടും. എല്ലാറ്റിനും കൂടി ലോകത്ത് ചെലവാക്കുന്ന പൈസ 17 ബില്യൺ വിദ്യാഭ്യാസത്തിന്. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിന് ലോകത്ത് ചെലവാക്കുന്നത് 120 ബില്യൺ. മനുഷ്യന്റെ കോസ്മെറ്റിക്കിന് ഉപയോഗിക്കുന്നത് 530 ബില്യൺ. അതിന്റെ പരിണിത ഫലമാണ് 2ാം ക്ലാസ്സിൽ മദ്രസയിൽ വരുന്നതിന്റെ ചുണ്ടും കാണാൻ ചോത്തിട്ട് ഉമ്മന്റെ വേഗം എടുത്ത് വരട്ടിയാന്നാ പറയാ. കുറ്റല്ലട്ടോ, ആക്ഷേപിക്കുകയല്ല. ഇനി ചിലര് പറയും പുറത്ത് പെരട്ടല്ലേ ഉള്ളൂ, ഇതിപ്പോ ഉള്ളോട്ട് തിന്നൊന്നും അല്ലല്ലോ. ഇപ്പൊ ഒന്ന് വീണ് കസേരന്റെ കാലിന് കൈ തച്ചു, ഇവിടെ മുഴച്ചു. ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ ഓയിൽമെന്റ് പെരട്ടണം. നമ്മളെന്താ ചോദിക്കാം? മേലെ പെരട്ടിയിട്ട് ഇപ്പൊ എന്താന ഓയിൽമെന്റ് തിന്നാ മതിയോ എന്ന് ചോദിക്കുവോ? ഇല്ലല്ലോ. ഇത് മേലെ പെരട്ടുമ്പം ഓരോ രോമത്തിന്റെയും കോശത്തിന്റെയും ഉള്ളിലൂടെ അടിയിലേക്ക് പോകും. എല്ലുകൾക്ക് അത് ബലം കൊടുക്കും, നീര് വലിയും. കാരണം അത് ശരീരത്തിന്റെ കിഡ്നിയിലേക്ക് പോകുന്നുണ്ട്. ആ കിഡ്നി അത് അറിയിക്കുന്നുണ്ട്, ആ നീര് വലിയുന്നുണ്ട്. അതുകൊണ്ട് ഓയിൽമെന്റ് തേക്കുമ്പോഴും അവിടുത്തെ മുഴ പോകുന്നത് നീര് വലിയുന്നത്. അങ്ങനെയാണെങ്കിൽ ചുണ്ടിൽ പുരട്ടുന്ന ഒരു ലിപ്സ്റ്റിക് കൊണ്ട് അത് നേരെ പോകുന്നത് കിഡ്നിയിലേക്ക്, വൃക്കയിലേക്ക് തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞല്ല. കേരളത്തിൽ പ്രൊഫക്സൽ എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഡോക്ടർമാരുടെ സമ്മേളനം നടത്തിയപ്പോൾ അതിലൊരു ചോദ്യം ഇതായിരുന്നു. 16 ഡോക്ടർമാർ ഒരു വേദിയിലിരുന്ന് പറഞ്ഞു, ഇന്ന് കേരളത്തിൽ കിട്ടുന്നത് കൂതറ ലിപ്സ്റ്റിക്കുകളാണ്. നല്ല ലിപ്സ്റ്റിക് തന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് ലോകാടിസ്ഥാനത്തിൽ ഇസ്രായേൽ രാജ്യം പ്രൊഡക്റ്റ് ചെയ്യുന്നത് പല അറബ് രാജ്യങ്ങളിലും ഇവിടെയുള്ള പൈസന്റെ ആയിരങ്ങൾക്കപ്പുറത്താണ്. ഇന്ന് 120 രൂപക്കും 150 രൂപക്കൊക്കെ നിങ്ങൾ ഫാൻസിയിൽ നിന്നും വാങ്ങുന്ന കൂതറ സാധനങ്ങൾ ഉണ്ടല്ലോ, അത് വൃക്ക രോഗികളെയും കിഡ്നി രോഗികളെയും കേരളത്തിൽ നിന്നല്ല
ഓരോ കുടുംബത്തിന്റെയും സങ്കടത്തിന് കാരണമാകുന്നുണ്ട് എന്ന് ശാസ്ത്രവും ചരിത്രവും രേഖകളും രേഖപ്പെടുത്തുമ്പോ നമുക്കിപ്പോഴും തിരിഞ്ഞിട്ടില്ല. നമ്മളത് പറയുമ്പോൾ പറയാ അറിയോ, അയാൾക്ക് എന്താ പ്രസംഗിക്കുന്നതിന്? അയാൾക്കൊരു സൗന്ദര്യബോധമില്ലാത്ത മദ്രസ പൊട്ടൻ ഇതാ വരിക. നല്ലത് പറയുമ്പോൾ ആൾക്കാർക്ക് അതാ ഇഷ്ടപ്പെടാത്ത. അതിപ്പോ എല്ലാരും അങ്ങനെ തന്നെയാ. ഞാൻ പറയലുണ്ട്, നല്ലത് പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമല്ലേ എന്ന് അറിയണമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച താഴെ വന്ന് ബേക്ക് ചാരിയിരിക്കുന്ന പെണ്ണുങ്ങളോടോ ആണുങ്ങളോടോ ഒന്ന് മുന്നോട്ട് കയറിയിരിക്കട്ടോ സൊപ്പൊപ്പിച്ചെന്ന് പറഞ്ഞോ നമ്മളെ ഒരു നോട്ട ഈ നമ്മളെ നന്നാക്കണ്ട, ഈ പോയി നന്നായാ മതി.